നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷിന് ഭയങ്കര ആഗ്രഹമായിരുന്നു 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന്. എന്നാൽ പിണറായി വിജയൻ സീറ്റ് കൊടുക്കില്ല എന്ന് കട്ടായം പറഞ്ഞു കളഞ്ഞു. തളിപ്പറമ്പിൽ നിന്നോ കൂത്തുപറമ്പിൽ നിന്നോ അല്ലെങ്കിൽ മട്ടന്നൂരിൽ നിന്നോ മത്സരിക്കണമെന്നായിരുന്നു MV ഗോവിന്ദൻ്റെ ആഗ്രഹം. എന്നാൽ ഈ ആഗ്രഹം നാലായി ചുരുട്ടി മടക്കി പോക്കറ്റിലിട്ടൊള്ളാൻ പിണറായി വിജയൻ പറഞ്ഞു. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു കയറിയാൽ ഗോവിന്ദൻ മാഷിന് നിയമസഭയിൽ CPMൻ്റെ കക്ഷി നേതാവാകാം, അതുവഴി പ്രതിപക്ഷ നേതാവാകാം എന്നൊക്കെയുള്ള ആഗ്രഹമായിരുന്നു മനസ്സിൽ. ഇനി ഭരണം കിട്ടിയാലോ, പിണറായി മുഖ്യമന്ത്രി ആയാലും അദ്ദേഹം ഒരുപക്ഷെ കാലാവധി പൂർത്തിയാക്കിയില്ലെങ്കിൽ പിണറായിക്ക് പകരമായിട്ട് അവസാനത്തെ ഒരു വർഷമെങ്കിലും മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കാമെന്നും പാവം ഗോവിന്ദൻ മാഷ് വൃഥാ സ്വപ്നം കണ്ടു. ഇതെല്ലാം മനസ്സിലാക്കി പിണറായി വിജയൻ കട്ടായം പറഞ്ഞു, MV ഗോവിന്ദന് ഇത്തവണ നിയമസഭാ ടിക്കറ്റില്ല. സംസ്ഥാന സെക്രട്ടറി, CPM സംസ്ഥാന സെക്രട്ടറി എന്നുള്ള നിലയിൽ തെരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിക്കേണ്ടത് ഗോവിന്ദൻ മാഷാണ്. അപ്പോൾ എവിടെയെങ്കിലും പോയി മത്സരിച്ച് അവിടെ ഒതുങ്ങിക്കൂടിയാൽ ശരിയാകില്ല. കേരളം മുഴുവൻ നടന്ന് CPMന് വേണ്ടിയും ഇടതുമുന്നണിക്ക് വേണ്ടിയും പ്രചരണം നടത്തുകയും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ചുക്കാൻ പിടിക്കുകയും ചെയ്യേണ്ടത് MV ഗോവിന്ദനാണ്. അതുകൊണ്ട് ഗോവിന്ദൻ മാഷ് മത്സരിക്കേണ്ട എന്നുള്ള തീരുമാനം പിണറായി വിജയൻ കൈക്കൊണ്ടതോടെ ഗോവിന്ദൻ മാഷിൻ്റെ സ്വപ്നത്തിൽ കരിനിഴൽ വീണു. നിയമസഭയിലെത്തി ഒന്നുകിൽ പ്രതിപക്ഷ നേതാവ്, അല്ലെങ്കിൽ CPMന് നിയമസഭാ കക്ഷി നേതാവ്, അതല്ലെങ്കിൽ പിണറായി വീണ്ടും മുഖ്യമന്ത്രിയായാൽ അവസാനത്തെ ഒരു വർഷമെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനം. ഇതൊക്കെയായിരുന്നു MV ഗോവിന്ദൻ്റെ സ്വപ്നങ്ങൾ. അദ്ദേഹം ഇങ്ങനെ സ്വപ്നം കാണുന്നതിൽ തെറ്റൊന്നുമില്ല. കാരണം CPMൻ്റെ പൊളിറ്റ് ബ്യൂറോ അംഗമാണ്, CPM സംസ്ഥാന സെക്രട്ടറിയാണ്. അദ്ദേഹത്തിന് ന്യായമായി കിട്ടേണ്ട അടുത്ത പോസ്റ്റ് എന്ന് പറയുന്നത് CPMൻ്റെ നിയമസഭാ കക്ഷി സ്ഥാനം, അതല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനം, പ്രതിപക്ഷത്താണെങ്കിൽ പ്രതിപക്ഷ നേതൃസ്ഥാനം, ഇതൊക്കെയാണ്. എന്നാൽ ഇതെല്ലാം കണ്ടറിഞ്ഞ് പിണറായി ആദ്യമേ കുരുക്കറിഞ്ഞു. MV ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കെ നിയമസഭയിലേക്ക് മത്സരിക്കുന്നത് ശരിയാകില്ല എന്നുള്ള നിലപാടിൽ ആദ്യമേ തന്നെ പിണറായി ഉറച്ചു നിന്നു. നേരത്തെ സംസ്ഥാന സെക്രട്ടറി ആയപ്പോൾ MV ഗോവിന്ദനോട് MLA സ്ഥാനം രാജിവെക്കാൻ പിണറായി വിജയൻ പറഞ്ഞതാണ്. പക്ഷേ ബുദ്ധിമാനായ MV ഗോവിന്ദൻ അത് ചെയ്തില്ല. അത് ചെയ്താൽ എപ്പോഴാണ് തനിക്ക് പണി കിട്ടുക എന്ന് അറിയില്ല എന്ന് ഗോവിന്ദന് തന്നെ അറിയാം. അതുകൊണ്ട് കഴുത്തുപോയാലും MLA സ്ഥാനം രാജിവെക്കുന്ന പ്രശ്നമില്ല എന്ന് പിണറായിയോട് കട്ടായം പറഞ്ഞു കളഞ്ഞു MV ഗോവിന്ദൻ. അപ്പോൾ പിണറായി ഒന്ന് ഒതുങ്ങിയതാണ്. അപ്പോൾ 2026 തെരഞ്ഞെടുപ്പ് വരട്ടെ, നിന്നെ കാണിച്ചു തരാമെന്നാണെന്ന് പിണറായി വിജയൻ മനസ്സിൽ കുറിച്ചിട്ടത്. അതുപോലെ തന്നെ സംഭവിച്ചു. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ MV ഗോവിന്ദന് സീറ്റ് കൊടുക്കണ്ട എന്ന്, അല്ലെങ്കിൽ MV ഗോവിന്ദൻ മത്സരിക്കണ്ട എന്ന് CPM തീരുമാനിച്ചു. എന്ന് വെച്ചാൽ പിണറായി വിജയൻ തീരുമാനിച്ചു. MV ഗോവിന്ദന് സീറ്റ് കൊടുക്കുന്നില്ല എന്നല്ല, MV ഗോവിന്ദൻ മത്സരിക്കുന്നില്ല. സംസ്ഥാന സെക്രട്ടറി ആകുമ്പോൾ അദ്ദേഹത്തിന് 14 ജില്ലയിലും ഓടി നടന്ന് പ്രചരണം നടത്തേണ്ടേ. അപ്പോൾ അദ്ദേഹത്തിന് ഒരു സീറ്റിൽ മത്സരിപ്പിച്ചാൽ അദ്ദേഹം അവിടെ ഒതുങ്ങി പോകും. അത് ശരിയാവില്ല. അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ, കഴിവുറ്റ കരുത്തുറ്റ MV ഗോവിന്ദൻ സംഭാവനകൾ CPMന് 14 ജില്ലകളിലും ആവശ്യമുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ നിയമസഭയിലേക്ക് മത്സരിച്ചാൽ ശരിയാകില്ല എന്ന തീരുമാനത്തിൽ പിണറായി വിജയൻ എത്തിച്ചേർന്നു. പിണറായി വിജയൻ എത്തിച്ചേർന്നു എന്ന് പറഞ്ഞാൽ CPM എത്തിച്ചേർന്നു എന്നതിൻ്റെ അർത്ഥം. അങ്ങനെയാണ് MV ഗോവിന്ദൻ്റെ ആഗ്രഹങ്ങൾക്ക് മേൽ കരിനിഴൽ വീണത്. അതിൽ പിണറായി വിജയൻ വെള്ളം കോരി ഒഴിച്ചത്. ഏതായാലും ഇപ്പോൾ പിണറായി പറഞ്ഞത് കേട്ട് മിടുക്കനായി, അനുസരണയുള്ള പയ്യനായി ഇപ്പോൾ കേരളം മുഴുവൻ CPM സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ പാർട്ടിക്ക് വേണ്ടി പ്രചരണം നടത്താൻ ഒരുങ്ങുകയാണ് പാവം ഗോവിന്ദൻ മാഷ്.